ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള വള്ളം കുറുപ്പുപറമ്പൻ 1-ാം ട്രാക്കിലും 2-ാം ട്രാക്കിലെ 9-ാം നമ്പർ ശരവർണ്ണൻ കുറുമന്തോരത്ത് ബോട്ട് ക്ലബ്ബ് വർഗീസ് PJ ക്യാപ്റ്റനും ഷിബിൻ ബിജു ലീഡിംഗ് ക്യാപ്റ്റനുമായ ശരവർണ്ണൻ 2-ാം ട്രാക്കിലും 3-ാം ട്രാക്കിൽ 17-ാം നമ്പർ ഡാനിയൽ 5 സ്റ്റാർ ബോട്ട് ക്ലബ്ബ് കൊടുപ്പുന്ന PJ ജോസഫ് ലീഡിംഗ് ക്യാപ്റ്റനും ശ്രീകുമാർ PP ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള ഡാനിയൽ 3-ാം ട്രാക്കിലും 4-ാം നമ്പർ ട്രാക്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ ജ്യോതി ബോട്ട് ക്ലബ്ബ് തൃശ്ശൂർ രൂപേഷ് VG ബാലകൃഷ്ണൻ PV എന്നിവർ ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള 4 ഇരുട്ടുകുത്തി വള്ളങ്ങളാണ് ഒരേപോലെ മത്സരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭം കുറിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഇരുട്ടുകുത്തി വിഭാഗത്തിലെ വള്ളങ്ങൾ എന്ന് പറയുന്നത് ഇരുട്ടിനെ വേഗതയിൽ മുറിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്ന വള്ളമാണ് ഇരുട്ടുകുത്തി വിഭാഗമെങ്കിൽ അവയിലെ 25 മുതൽ 35 തുഴക്കാർ തുഴഞ്ഞുകൊണ്ട് ഇവിടേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം ജില്ലകൾ മാറി ഈ ജലോത്സവത്തിൽ 70ാമത് നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുവാനായിട്ട് ജില്ലകൾക്കപ്പുറമുള്ള എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും ഇവിടെ തുഴയെറിയുവാനായിട്ട് കായിക പ്രേമികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഒരു മത്സരത്തിൽ എറണാകുളം ജില്ലയിൽ നിന്ന് ശരവണ്ണനും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ശ്രീ ഗുരുവായൂരപ്പനും ഈ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 4 വള്ളങ്ങൾ ഒരേ വേഗതയിൽ കുതിക്കുകയാണ്. നമുക്കറിയാം പഴയ കാലത്ത് യുദ്ധത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന വള്ളങ്ങളാണ് ഇരുട്ടുകുത്തി. ശരവേഗത്തിൽ ചെന്ന് ആക്രമിച്ച് തിരിച്ചു പോരുക എന്നുള്ളതായിരുന്നു ഇവയുടെ ധർമ്മം എന്നുള്ളെങ്കിൽ പണ്ടുകാല രാജാക്കന്മാർ യുദ്ധമുറയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന വള്ളങ്ങളാണ് ഇരുട്ടുകുത്തി വിഭാഗത്തിലുള്ള വള്ളങ്ങൾ. അങ്ങനെയെങ്കിൽ അവർ ഇരുട്ടിനെ കൂറിമുറിച്ച് പുറമ്പോൾ ഇന്ന് പകൽ വെളിച്ചത്തിൽ ഈ ഓളപ്പരപ്പുകളിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുകയാണ് 4 വള്ളങ്ങൾ. കുറുപ്പുപറമ്പൻ, ശരവർണ്ണൻ, ദാനിയേൽ, ശ്രീ ഗുരുവായൂരപ്പൻ 4 വള്ളങ്ങൾ ഒരുപോലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഈ മറ്റേ ദൃശ്യാഭിവർത്തനത്തിനായിട്ട് ഞാൻ ബൈക്ക് ജോളിയെ ഏറ്റെടുക്കും. നന്ദി. ഇരുട്ടുകുത്തി B ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സ് നമ്പർ 4 ട്രാക്ക് നമ്പർ 1 കുറുപ്പുപറമ്പൻ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് ചമ്പക്കുളം ക്യാപ്റ്റൻ രഞ്ജു വർഗീസ് ലീഡിംഗ് ക്യാപ്റ്റൻ ജെറിൻ ജോയ്. ട്രാക്ക് നമ്പർ 2 ശരവണൻ കുറുമ്പന്തുരുത്ത് ബോട്ട് ക്ലബ്ബ് കുറുമ്പാതുരുത്ത് വർഗീസ് PJ ക്യാപ്റ്റൻ ഫിബിൻ ബിജു ലീഡിംഗ് ക്യാപ്റ്റൻ. ട്രാക്ക് നമ്പർ 3 ഡാനിയൽ 5 സ്റ്റാർ ബോട്ട് ക്ലബ്ബ് കൊടുപ്പുന്ന ക്യാപ്റ്റൻ PJ ജോസഫ് ലീഡിംഗ് ക്യാപ്റ്റൻ ശ്രീകുമാർ PP. അങ്ങനെ 3 ഇരുട്ടുകുത്തി B ഗ്രേഡ് വള്ളങ്ങളുടെ പൊരിഞ്ഞ പോരാട്ടത്തിന് പുന്നമട കായൽ വേദിയാകുമ്പോൾ 1-ാം ട്രാക്കിലെ കുറുപ്പുപറമ്പൻ, 2-ാം ട്രാക്കിലെ ശരവണൻ, 3-ാം ട്രാക്കിലെ ഡാനിയൽ, 4-ാം ട്രാക്കിലെ ശ്രീ ഗുരുവായൂരപ്പൻ. അങ്ങനെ 4 കറുത്ത പടക്കുതിരകളുടെ പടയോട്ടം ഇതാ പുന്നമട കായലിന്റെ വിരിമാറിലൂടെ കടന്ന് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുന്ന സുന്ദരമായ കാഴ്ച കണ്ടില്ലേ? ഇരുളിന്റെ മറപറ്റി ആക്രമണം നടത്തി വളരെ വേഗം തിരിച്ചു വരുന്ന ഇരുട്ടുകുത്തി വള്ളങ്ങളെങ്കിൽ വേഗതയുടെ രാജാക്കന്മാരാണ് ഇരുട്ടുകുത്തി വള്ളങ്ങളെങ്കിൽ അതേ വേഗതയുടെ രാജാക്കന്മാരാവാൻ രാജകുമാരന്മാരാകാൻ പുന്നമടയുടെ വേഗതയുടെ രാജാക്കന്മാരാവാൻ ഇതാ 4 ഇരുട്ടുകുത്തി വള്ളങ്ങള് പുന്നമട കായലിന് വിരിമാറിലൂടെ കടന്നു വരുന്ന കാഴ്ച അതിസുന്ദരമായിരിക്കുന്നു. ഇരു കരകളിലേക്കും ഇതാ ജലോത്സവ പ്രേമികൾ ഒഴുകി എത്തുകയാണ്. ഇന്ന് ആലപ്പുഴയ്ക്ക്, ഇന്ന് കുട്ടനാടിന് ഇന്ന് തിരുവോണമാണ്, ഇന്ന് ആഘോഷമാണ്. കാരണം ഇന്ന് നെഹ്റു ട്രോഫി ജലമേള നടക്കുകയാണ്. മഹാബലിയും തൃക്കാക്കരയപ്പനും മനസ്സിന്റെ തിരശീലകളിൽ മങ്ങലേറ്റ ചിത്രങ്ങളായി മായാതെ നിലനിൽക്കുമ്പോഴും ഓണത്തപ്പനും പൂവിടലും പൂവിളിയും ഓണത്തല്ലും ഊഞ്ഞാലാട്ടവും കൈകൊട്ടിക്കളിയും തിരുവാതിരകളിയും എല്ലാം മലയാള തനിമയുടെ മധുരോദാത്തമായ സങ്കല്പ ശക്തിയുടെ പൊൻകണികളായി തെളിഞ്ഞു നിന്ന് മനസ്സിൽ ആവേശത്തിന്റെ ആഹ്ലാദത്തിന്റെ ആമോദത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചുകൊണ്ട് 70ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഇരുട്ടുകുത്തി B ഗ്രേഡ് വള്ളങ്ങളുടെ 4ാം പാദ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് കുറുപ്പുപറമ്പൻ കടന്നു വരുമ്പോൾ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് ചമ്പക്കുളമാണ് തുഴയുന്നതെങ്കിൽ 2-ാം ട്രാക്കിൽ ശരവണൻ ശരവേഗത്തിൽ കടന്നു വരുന്നു. 3-ാം ട്രാക്കിൽ ഡാനിയലാണ് 5 സ്റ്റാർ ബോട്ട് ക്ലബ് കൊടുപ്പുന്നയാണ് തുഴയുന്നത്. 4-ാം ട്രാക്കിൽ ശ്രീ ഗുരുവായൂരപ്പനാണ് യുവജ്യോതി ബോട്ട് ക്ലബ് തൃശ്ശൂരാണ് തുഴയുന്നത്. 4-ാം ട്രാക്കിലെ ശ്രീ ഗുരുവായൂരപ്പൻ. അങ്ങനെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണെന്ന് തോന്നുന്നു 4-ാം ട്രാക്കിലെ ശ്രീ ഗുരുവായൂരപ്പൻ. ഇല്ല 1-ാം ട്രാക്കിലെ കുറുപ്പുപറമ്പനാണ് മുന്നിൽ. 1-ാം ട്രാക്കിലെ കുറുപ്പുപറമ്പൻ മഞ്ഞ കിളികളെ പോലെ കുറുപ്പുപറമ്പൻ അങ്ങനെ കുനിഞ്ഞു
കുടിഞ്ഞു കുത്തി പുന്നമട കായലിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ കണ്ടില്ലേ, ഒന്നാം ട്രാക്കിലെ കുറുപ്പ് പറമ്പൻ ഇങ്ങനെ കിഴക്കേ അറ്റത്തുള്ള പവലിയനോട് ചേർന്നുള്ള ട്രാക്കാണ് കുറുപ്പ് പറമ്പൻ കടന്നു വരുന്നത്. ഒന്നാം ട്രാക്ക് തൊട്ടുപുറകിൽ, രണ്ടാം ട്രാക്കിൽ ശരവണൻ, മൂന്നാം ട്രാക്കിൽ ഡാനിയൽ, നാലാം ട്രാക്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ, ഒന്നാം ട്രാക്കിലെ കുറുപ്പ് പറമ്പൻ പിടിവിട്ട് വരുമ്പോൾ ശേഷം വിവരണത്തിന് മൈക്കസി ജോളി എതിരേറ്റ് കൈമാറുന്നു. താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട്. ആവേശകരമായ ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ 4ാം പാദ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ച് കടന്നു വരുന്നു. ഒന്നാം ട്രാക്കിൽ 8ാം നമ്പർ വള്ളം കുറുപ്പ് പറമ്പൻ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം രഞ്ജു വർഗീസ് ജെറിൻജോയുടെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിലൂടെ ശരവണൻ കുറുമ്പത്തോട് ബോട്ട് ക്ലബ്ബ് അതേ ബി ജെ വർഗീസിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിൽ 17ാം നമ്പർ വള്ളം ദാനിയേൽ 5 സ്റ്റാർ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ 4ാം ട്രാക്കിലൂടെ 12ാം നമ്പർ വള്ളം ശ്രീ ഗുരുവായൂരപ്പൻ യുവജ്യോതി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ 1ാം ട്രാക്കിലെ കുറുപ്പ് പറമ്പൻ 8ാം നമ്പർ വള്ളം കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് അതേ കുടിച്ചുകുത്തി വരികയാണ്, ഇടിച്ചുകുത്തി വരികയാണ് രഞ്ജു വർഗീസിന്റെ നേതൃത്വത്തിൽ. ഇതാ വെള്ളത്തിലൂടെ ചീറിപ്പാഞ്ഞ് ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ 4ാം പാദ മത്സരത്തിൽ ഇതാ കുറുപ്പ് പറമ്പൻ മുന്നേ കടന്നു പോകുമ്പോൾ തൊട്ട് പിന്നാലെ 9ാം നമ്പർ വള്ളം ശരവണൻ കടന്നു പോകുന്നു. കുറുമ്പത്തുരുത്ത് ബോട്ട് ക്ലബ്ബ് വർഗീസ് പി ജെയുടെ നേതൃത്വത്തിൽ കടന്നു പോവുകയാണ് ശരവണൻ. എങ്കിൽ 3ാം ട്രാക്കിലൂടെ വരുന്ന ദാനിയേലും ശ്രീ ഗുരുവായൂരപ്പൻ 4ാം ട്രാക്കിലും അതേ 17ാം നമ്പരും 12ാം നമ്പരും 5 സ്റ്റാർ ബോട്ട് ക്ലബ്ബ് കൊടുപ്പിനെയും യുവജ്യോതി ബോട്ട് ക്ലബ്ബ് തൃശൂരും തമ്മിൽ പി ജെ ജോസഫും രൂപേഷ് പി ജെയും തമ്മിൽ മത്സരം കടുക്കുകയാണ്. ദാനിയേലാണോ ശ്രീ ഗുരുവായൂരപ്പനാണോ ഒരുപോലെ ഇതാ ദാനിയേൽ ഒരു തുഴയ്ക്ക് അല്പം മുൻപിലേക്ക് കുതിച്ചു പായുന്നു. അവസാനത്തെ അടവായിരുന്നു. അവസാനം വരെ ഒന്ന് പിടിച്ചു നിന്നിട്ട് അവര്